മുഹമ്മദിനെ അറിയില്ലേ, ജംഗ്ഷനെ അറിയില്ലേ, ചിരിയനെ അറിയില്ലേ, മുക്കു മുഹമ്മദിനെ അറിയില്ലേ. എല്ലാവർക്കും ക്രോസ് മീഡിയ അപ്പോളജറ്റിക്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ചിരിയൻ മുഹമ്മദ് അഥവാ മുക്കു മുഹമ്മദ്. അദ്ദേഹം ഇപ്പം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈസാ മുഹമ്മദ് എല്ലാവർക്കും, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾക്ക് എല്ലാവർക്കും പൂട്ടുവെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളും നമ്മുടെയൊക്കെ വീഡിയോസിൻ്റെ അടിയിൽ വന്ന് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈസ പൂട്ടിയേക്കുവാണെന്നുള്ളതാണ്. സത്യത്തിൽ ഈസയുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ ദുഃഖമുണ്ട്. കാരണം സംവാദത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞയാൾ, അത് ചില നിബന്ധനകളോടെ വേണമെന്ന് പറഞ്ഞയാൾ, നേരെ നിൽക്കാൻ പോലും ശേഷിയില്ലാതെ ഓടി ഒളിച്ചിരിക്കുന്നു. ആ ഈസാ മുഹമ്മദിനെ കുറിച്ചാണ് നമ്മുടെ ചിരിയൻ മുഹമ്മദ് പറയുന്നത്. അദ്ദേഹം അനിൽ കൊടുത്തോട്ടത്തെ പൂട്ടിയേക്കുവാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ എല്ലാവരെയും ഈസാ മുഹമ്മദ് പൂട്ടിയേക്കുവാണ്. പറയുന്നതിലൊരു മര്യാദ വേണ്ട. ഈ ചിരിയൻ മുഹമ്മദിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, കാര്യമായ കാര്യങ്ങളൊന്നും പറയാൻ അദ്ദേഹത്തിന് അറിയില്ല. ഒരു ഇസ്ലാമിക വിമർശനത്തിന് മറുപടി പറയാൻ അറിയത്തില്ല. ഇപ്പോൾ മുഹമ്മദിനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ അങ്ങനെയൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. പിന്നെ അദ്ദേഹത്തിന് അറിയാവുന്നൊരു കാര്യം ചിരിക്കുക എന്നുള്ളതാണ്. 6 മിനിറ്റ് വീഡിയോ ആണ് പൊതുവെ ഇടാറ്. അതിൽ കൂടുതലുള്ള വീഡിയോ അപൂർവം. പിന്നെ 3 മിനിറ്റൊക്കെയാണ്. 3 മിനിറ്റ് ആണെങ്കിൽ ചിരി മാത്രമേ ഉള്ളൂ. 6 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒരു 3 മിനിറ്റ് ചിരിയും, 1 മിനിറ്റ് പരിഹാസവും, 1 മിനിറ്റ് കളിയാക്കലും, പിന്നെ 1 മിനിറ്റിൽ കാര്യം പറയുന്ന രീതിയുമാണ് നമ്മുടെ മുക്കു മുഹമ്മദിൻ്റേത്. ഞാനിങ്ങനെ മുക്കു മുഹമ്മദ്, ചിരിയൻ മുഹമ്മദ്, ജംഗ്ഷൻ എന്ന് മാറി മാറി പറയും. എല്ലാം ഇദ്ദേഹത്തിനുള്ള പേരുകളാണ്. അത് വൈറലായിക്കൊണ്ടിരിക്കുന്ന പേരുകളാണ് ഈ പേരുകളൊക്കെ. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഈ ഈസാ മുഹമ്മദിനെ വളരെ പ്രകീർത്തിച്ചുകൊണ്ട്, അങ്ങനെ പ്രകീർത്തിച്ച് സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ അടുത്തിടയ്ക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തിന് 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീഡിയോ തീർന്നല്ലോ എന്ന് ഓർത്തു. അത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഈസാ മുഹമ്മദിൻ്റെ ഒരു 40 മിനിറ്റ് വീഡിയോ. അതിൽ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം, ഏത് ഈസാ മുഹമ്മദിനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മുസ്ലിം സമൂഹം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദ് എന്നും പെരുമ്പാവൂരീച്ച എന്നൊക്കെ പറയുന്ന, അങ്ങനെ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈസാ മുഹമ്മദിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈസാ മുഹമ്മദ് തൻ്റെ വീഡിയോയിൽ പറയുന്നത് ജംഗ്ഷൻ അങ്ങെടുത്തിട്ടേക്കുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ബൈബിളിലെ പ്രവാചകന്മാരൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് കളവാണ്. പ്രധാനമായിട്ടും അനിൽ കൊടിത്തോട്ട പാസ്റ്റർ പേര് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരല്ല ഈ പ്രവാചകന്മാരാരും. അങ്ങനെ വിവരദോഷം പറയരുതെന്നാണ് ചിരിയൻ മുഹമ്മദും പറയുന്നത്. സത്യത്തിൽ ഞാനിത് കേട്ടപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇദ്ദേഹം എന്താണ് സത്യത്തിൽ ഈ പറയുന്നത്? ഒരു വശത്തൂടെ യഹോവയായ ദൈവം മോശക്കാരനാണെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. യഹോവയായ ദൈവം മാത്രമല്ല, യഹോവയായ ദൈവത്തിൻ്റെ പ്രവാചകന്മാരും മോശക്കാരാണ്, സ്ത്രീത്വത്തെ അപമാനിക്കുന്നവരാണ്, അത് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നവരാണ്, അങ്ങനെ പല പല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത്രയും മോശക്കാരായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് നല്ലവരായിട്ട് മാറും. അതെപ്പോഴാണെന്ന് അറിയുമോ? അള്ളാഹുവും മുഹമ്മദും ചെയ്തത് തന്നെയാണ് യഹോവയായ ദൈവവും പ്രവാചകന്മാരും ചെയ്തത് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതെല്ലാം ഓക്കെ ആയി, സെറ്റായി. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്നാണ്. ആ പറഞ്ഞതും ചെയ്തതും എല്ലാം ശരിയാണ്. അപ്പോൾ ക്രൈസ്തവരത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് യഹോവയായ ദൈവവും പ്രവാചകന്മാരും മോശമായിട്ട് മാറുന്നതെന്നുള്ളതാണ് ഈസാ മുഹമ്മദിൻ്റെ അഭിപ്രായം. അപ്പോൾ പെരുമ്പാവൂരീച്ച എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈസാ മുഹമ്മദിൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ അണികൾ യഹോവയായ ദൈവത്തെ വളരെ പരിഹാസത്തോടെ തെറി പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആക്ഷേപിക്കുന്നത്. ബൈബിളിലെ പ്രവാചകന്മാരെയൊക്കെ അങ്ങനെ തന്നെയാണ് ആക്ഷേപിക്കുന്നത്. രസം എന്താണെന്ന് പറഞ്ഞാൽ, ഈസയുടെ ഒരു വീഡിയോ അങ്ങനെ ഇറങ്ങും,
പിന്നെ ഒരു വീഡിയോ തിരിച്ചിറക്കും, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, എങ്ങനെ അള്ളാഹുവും മുഹമ്മദും ചെയ്തു തന്നെയാണ് ബൈബിളിലെ യഹോവയും പ്രവാചകന്മാരും ചെയ്തതെന്ന് സംബന്ധിച്ച കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടർച്ചയെന്നാണ് ആളുകൾ ചോദിക്കും, യേശുവിൻ്റെ ദൈവം, യേശുവിൻ്റെ പിതാവായ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് നിങ്ങളെന്ത് പറയുന്നു? അതാണ് സത്യത്തിൽ ഏകദൈവം. അങ്ങനെ ഒരു ദൈവത്തെ യേശു പരിചയപ്പെടുത്തുന്നില്ലേ? പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? അതാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത്. ഇവർക്കിത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഈസാ മുഹമ്മദ് എത്രമാത്രം ബുദ്ധിമാനാണെന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ ഈ വീഡിയോ പ്ലേ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്തോടെ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ട് ബൈബിളിലെ ദൈവത്തെ മോശക്കാരനാക്കിയിട്ട് ഇത് അള്ളാഹു മുഹമ്മദും ചെയ്തതുപോലെയാണ് എന്ന് അംഗീകരിച്ചാൽ പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അണികൾ അങ്ങോട്ട് ചാടുന്നു. ആദ്യം പറഞ്ഞത് ഈസ മുഹമ്മദ് ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട അണികൾ യഹോവയായ ദൈവത്തെ തെറി വിളിക്കുന്നു. സത്യത്തിൽ ഈസാ മുഹമ്മദിനെ കേൾക്കുന്ന ആളുകളെ അദ്ദേഹം കുരങ്ങ് കളിപ്പിക്കുകയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്പം ബുദ്ധിപരമായി തന്നെയാണ് അദ്ദേഹം കരുക്കൾ നീക്കുന്നത്. അദ്ദേഹം ഇതിലൊന്നും വിശ്വസിക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, ഈ ക്രൈസ്തവ വിശ്വാസങ്ങൾക്ക് മറുപടി എന്നോണം ഈ അടുത്തിടയ്ക്ക് ഈ ചർച്ച തുടങ്ങിയപ്പോൾ വളരെ പ്രസന്നതയോടെ കണ്ട ഈസയുടെ മുഖഭാവമൊക്കെ മാറി. കരയുന്ന രൂപത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത്. ഞങ്ങൾ അദ്ദേഹത്തോട് ഇപ്പോഴും പറയുന്നത്, ഈ ഒളിച്ചിരുന്ന് വീഡിയോ ചെയ്യുന്നത് നിർത്തി ആശാനെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാലോ. ഏത് കാര്യങ്ങൾ? ബൈബിളിലെ യഹോവയായ ദൈവത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും മുഹമ്മദിനെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. അത്തരമൊരു ചർച്ചയിലേക്ക് മുഖാമുഖം വരുമ്പോഴല്ലേ കാര്യങ്ങൾ ആളുകൾക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. അല്ലാതെ സംവാദത്തിന് ഞാൻ വരൂല, അതിനുള്ള യോഗ്യത ആ എതിർ സംവാദകർക്കില്ല. അത് മുഹമ്മദിനെ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള വരവാണ്, അതിൽ കാര്യമില്ല എന്ന് മാത്രമല്ല ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം തരുന്നില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരമായി വേറെ വഴിക്ക് പോകുന്നു. അതുകൊണ്ട് ഇവരോടൊന്നും സംവാദത്തിന് പറ്റിയ ആൾക്കാരല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമുണ്ടോ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ താങ്കളെ പേടിത്തൊണ്ടൻ, ആര്? ചിരിയൻ മുഹമ്മദിനെ അല്ല കേട്ടോ. ചിരിയൻ മുഹമ്മദ് ലോക പേടിത്തൊണ്ടനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈസാ മുഹമ്മദിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പേടിത്തൊണ്ടൻ്റെ ഉസ്താദാണ് നമ്മുടെ ഈസാ മുഹമ്മദ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സംഭവത്തിന് വരത്തില്ലേ. ഇനി ബൈബിളിലെ ദൈവം അള്ളാഹുവിനെയും മുഹമ്മദിനെയും പോലെയാണോ? അല്ല എന്ന് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ബൈബിളിലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. യഹൂദരല്ലാത്ത ജാതികളെ ശിക്ഷിക്കുന്ന കാര്യവും യഹൂദന്മാരെ ശിക്ഷിക്കുന്ന കാര്യവും ബൈബിളിൽ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 28:1 മുതൽ 46 വരെ വായിക്കുമ്പോൾ യഹൂദന്മാരല്ലാത്ത കനാന്യരായിട്ടുള്ള ജനതയുടെ അവരുടെ അധാർമിക ജീവിതം പകർത്തിയാൽ, അങ്ങനെ ജീവിച്ചാൽ അവർക്ക് എന്തൊക്കെ വരും, യഹൂദൻ എന്തൊക്കെ വരും, ഏതെല്ലാം തരത്തിലുള്ള ശിക്ഷാവിധികൾ വരും എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും അവർ ചിതറിപ്പോയി, എല്ലാ രാജ്യങ്ങളിലേക്കും അവർ ചിതറിപ്പോയി. അവരെ അടിമകളായിട്ട് വിറ്റ ചരിത്രം പോലുമുണ്ട്. യെരുശലേമിലൊക്കെ അടിമകളായി വിൽപ്പനയ്ക്ക് വെച്ചു ടൈറ്റസ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ കനത്ത പീഡനത്തിലൂടെയാണ് അവർ കടന്നുപോയത്. ചെന്തുവെട്ട എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യ പോലുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമേ അങ്ങനെ പീഡിപ്പിക്കപ്പെടാതിരുന്നിട്ടുള്ളൂ. അങ്ങനെ കടുത്ത പീഡനത്തിലൂടെ കടന്നുപോയ യഹൂദ സമൂഹം 1948 മെയ് 14 അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് വില കൊടുത്ത് ഭൂമി വാങ്ങി തിരിച്ചു വന്നത്, അബ്രഹാമിൻ്റെ വാഗ്ദത്ത ദേശത്തേക്ക്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ യഹൂദന്മാരെയും കർശനമായിട്ട് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ബൈബിളിൽ കാണാം. എന്ന് മാത്രമല്ല, ഈ അധാർമിക ജീവിതം, കനാന്യർ ഉൾപ്പെടെയുള്ള ജനതയുടെ അധാർമിക ജീവിതം ഇവർ പകർത്തി എന്ന് പറയുമ്പോൾ ആവർത്തന പുസ്തകം 18 അധ്യായമൊക്കെ നിങ്ങൾ വായിക്കേണ്ടതാണ്. അവിടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിപ്പിക്കുന്ന, അപ്പനെന്നോ മക്കളെന്നോ അമ്മയെന്നോ വ്യത്യാസമില്ലാതെ അരാജകത്വം നിറഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കവിടെ കാണാൻ പറ്റും. കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന ഒരു സമൂഹത്തെ അവിടെ കാണാൻ പറ്റും. അവരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടും ബൈബിൾ പറയുന്നുണ്ട്. ആ ജനതയെ യഹൂദന്മാരെ ഉപയോഗിച്ച് ദൈവം ശിക്ഷിക്കുന്നത് കാണുന്നേ.
എന്ന് പറഞ്ഞാൽ അവരുടെ അധാർമിക ജീവിതത്തെയാണ് ശിക്ഷിക്കുന്നത്. അബ്രഹാമും മൽക്കീസേദെക്കും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവർക്ക് സമയം കൊടുത്തു, അവർ തിരിച്ചു വന്നില്ല. ഇതാ ബൈബിൾ പറയുന്നത്. ആരോടും പക്ഷപാതമില്ലാതെ ആ നിലയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാം. ഇങ്ങനെയാണ് അള്ളാഹും മുഹമ്മദും. മുഹമ്മദിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വ്യക്തി വൈരാഗ്യത്തിനും വേണ്ടി കളിപ്പാവയെപ്പോലെ പ്രവർത്തിക്കുന്ന അള്ളാഹുവിനെയാണ് നമുക്ക് ഖുറാനിലും ഹദീസിലും കാണുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ദാ വരട്ടെ, ഖുറാനും ഹദീസുകളും വരട്ടെ. കണ്ടല്ലോ, നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, ഖുറാൻ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിരിയൻ മുഹമ്മദും പെരുമ്പാവൂർ ഈച്ചയൊക്കെ പറയുന്ന, ഞങ്ങൾ വിളിക്കുന്ന അല്ലാട്ടോ ഇതൊന്നും. ചിരിയൻ മുഹമ്മദ് എന്നുള്ള പേര് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പേര് ചിരി കൊണ്ട് അദ്ദേഹത്തിന് വീണ് കിട്ടിയ പേരാണ്. പെരുമ്പാവൂർ ഈച്ച എന്ന് ഈസാ മുഹമ്മദിനെ മുസ്ലിം സമൂഹം തന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്ന അള്ളാഹു മുഹമ്മദ് അത് ബൈബിളിലെ യഹോവയായ ദൈവവുമായിട്ടോ പ്രവാചകന്മാരുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഈ ഖുറാനും അതിൻ്റെ തഫ്സീറുകളും ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞങ്ങൾക്ക് അവരെ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടാത്ത അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഞങ്ങളുടെ തലയിൽ എന്തിനാണ് കെട്ടിവെക്കുന്നത്? ഞങ്ങൾക്ക് നീതിമാനായ ഒരു ദൈവമുണ്ട്, ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട്. അധാർമികതയെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് ബൈബിളിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ പാപം ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കുന്ന ഒരു ദൈവത്തെയും ബൈബിൾ കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ ഖുറാൻ പരിചയപ്പെടുത്തുന്ന, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, അതുപോലെ നമ്മുടെ മുക്ക് മുഹമ്മദും ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദൊക്കെ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവും മുഹമ്മദും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബൈബിളിലെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട. ഇനി ബൈബിളിലെ പ്രവാചകന്മാർ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഈ അക്ബർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അദ്ദേഹം പറയുന്നത്, അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അക്ബർ പറയുന്നത്. ഇദ്ദേഹം ചില വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ട് അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഈ ബൈബിൾ പറയുന്ന പ്രവാചകന്മാരുടെ ജീവചരിത്രം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബൈബിൾ ചരിത്രം പറഞ്ഞു പോയിരിക്കുന്നത്. അതിൽ ഇവരുടെ തെറ്റും ശരിയും പറഞ്ഞിരിക്കുകയാണ്. അത് ജോസഫിൻ്റെ കാര്യമാണെങ്കിലും അബ്രഹാമിൻ്റെ കാര്യമാണെങ്കിലും യാക്കോബിൻ്റെ കാര്യമാണെങ്കിലും അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലെസണായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തെറ്റുകളെ തിരുത്താനും അവർക്ക് പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുമൊക്കെയാണ് ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതുപോലെ തന്നെ ആവർത്തിക്കാനല്ല. യാക്കോബ് ഏശാവിനെ പറ്റിച്ച് ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കിയത് അങ്ങനെ തന്നെ ആവർത്തിക്കണമെന്നാണോ ഞങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ തൻ്റെ സഹോദരനെ ചതിക്കാമെന്നാണോ അതിൻ്റെ ലെസൺ? അല്ല, അങ്ങനെ ചെയ്യരുതെന്നുള്ളതാണ്. യാക്കോബിനെ തന്നെയും ദൈവം ആ നിലയിൽ ശിക്ഷിച്ചു. തൻ്റെ തെറ്റ് മനസ്സിലാകത്തക്ക നിലയിൽ യാക്കോബ് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഏശാവിനും അതൊരു ഡിസിപ്ലിൻ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അബ്രഹാമിൻ്റെ കാര്യത്തിലാണെങ്കിലും ദാവീദിൻ്റെ കാര്യത്തിലാണെങ്കിലും ബൈബിളിലെ ഏത് പ്രവാചകന്മാരുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തെറ്റും ശരിയും അവരുടെ ജീവിതത്തിൽ ഉണ്ട്. തെറ്റ് തള്ളിക്കളയുകയും ശരിയെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചിരിയൻ മുഹമ്മദും നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് മുജാഹിദും അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഇങ്ങോട്ട് വെച്ച് കെട്ടുന്ന പരിപാടി അത് വേണ്ട. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്നൊരു വിശ്വാസമുണ്ട്. അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.